രൂപ, ഇത് 100 രൂപ, അത് 60 രൂപ. 60 രൂപ. അയല? അയലപ്പാറ 60. അയലപ്പാര 60 രൂപ അല്ലേ? 200. 200. നത്തലി 100. അവധിക്കാലമായതോടുകൂടി വേളാങ്കണ്ണിയിലെ ബീച്ചിൽ ഇപ്പോൾ നല്ല തിരക്കാണ്. ഈ തിരക്കിനിടയിൽ കൂടി ഫോട്ടോഗ്രാഫർമാരൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഫോട്ടോകളൊക്കെ എടുത്ത് അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കോപ്പി തരുന്നതാണ്. കണ്ടില്ലേ, ഈ കടപ്പുറത്താണെങ്കിൽ ഒരുപാട് കച്ചവടക്കാരുണ്ട്. അമ്മച്ചിമാരൊക്കെ ഇരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ടല്ലേ. അതുപോലെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നു, അതുപോലെ കപ്പലണ്ടി. ഒരുപാട് പ്രായമായ അമ്മമാരൊക്കെ ഇതാ കണ്ട് ഗൂഗിൾ പേ സംവിധാനം ഉൾപ്പെടെയാണ് കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അത് കണ്ടില്ലേ, ഇവിടെ കാണുന്നവരിൽ ഭൂരിഭാഗവും അമ്മമാരാണ്. ഇത് ചെറിയാണ് കേട്ടോ. ചെറി നമുക്ക് ചെറിയ പേപ്പറിൻ്റെ കുമ്പിളിൽ കുത്തിത്തരുന്നുണ്ട്. അതുപോലെ തന്നെ ചോളം വിൽക്കാനായിട്ടിരിപ്പുണ്ട്. പിന്നെ വേറൊരു സംഗതി കണ്ടോ, കശുവണ്ടി കണ്ടോ. പണ്ടൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ് ഈ കശുമാങ്ങപ്പഴം. നമ്മുടെ നാട്ടിലൊക്കെ പറങ്കേണ്ടിപ്പഴം എന്നൊക്കെയാണ് പറയുന്നത്. പറങ്കേണ്ടിപ്പഴം ചെറുപ്പകാലത്തിൽ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും കണ്ടില്ലേ, ഇവിടെ ക്ലീനിങ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ബീച്ച് റോഡും പരിസരവും ഒക്കെ വൃത്തിയാക്കാനായിട്ട് എത്ര ആൾക്കാരാണെന്ന് നോക്കി, എത്ര വൃത്തിയായിട്ടാണ് അവിടെ വിട്ടിരിക്കുന്നത്. ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് ഒരു ചെറിയ പേപ്പർ കഷ്ണം പോലും വീഴാതെ അവർ അത്ര കൃത്യമായിട്ടത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെയിൽ പതുക്കെ എന്ന് ശമിച്ച നേരം നോക്കി നമ്മുടെ കൂടെ യാത്ര ചെയ്തു വന്ന ആൾക്കാരും പതുക്കെ ബീച്ചിലേക്ക് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ഓർക്കാപ്പുറത്ത് മറ്റൊരു ഭാഗ്യം കൂടി നമുക്കുണ്ടായി കേട്ടോ. നമ്മൾ വേളാങ്കണ്ണിയിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ട് മാതാവിൻ്റെ പ്രദക്ഷിണം കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ഈ വർഷം അപ്രതീക്ഷിതമായിട്ട് തന്നെ നമുക്ക് മാതാവിൻ്റെ പ്രദക്ഷിണം കാണാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടായി. നമ്മളിവിടെ വന്ന സമയത്ത് ഇവിടെ എല്ലാം ട്രാഫിക് ബ്ലോക്കായിരുന്നു. നമുക്ക് ഈ ബീച്ച് പരിസരത്തേക്ക് ഈ റോഡിലേക്ക് വരാനൊക്കെ സാധിക്കില്ലായിരുന്നു. ഒരുപാട് ആൾക്കാർ മാതാവിൻ്റെ പ്രദക്ഷിണം കാണാൻ ഭാഗ്യമില്ലാതെ നിന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ആ ഭാഗ്യം ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ചോളം നമുക്ക് ചുട്ടു തരുന്നുണ്ട്. ഈ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വയറു വിശന്ന് നടക്കേണ്ടതായിട്ട് വരത്തില്ല. അതുപോലെ ഫുഡ് ഐറ്റംസ് ആണ്. ഇനി ബീച്ചെല്ലാം കണ്ട് നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ അല്പം ഒട്ടക സവാരി ആയാലോ. ഒട്ടകത്തിൻ്റെ സവാരിയും ഇവിടെ ഉണ്ട് കേട്ടോ. ഒട്ടകത്തിനെയും കൊണ്ട് ഒരാൾ ഇങ്ങനെ നടന്ന് വരികയാണ്. നമുക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒട്ടകത്തിൻ്റെ പുറത്ത് ഒന്ന് കയറി ഈ ബീച്ചിലും പരിസരത്ത് വന്ന് ചുറ്റിക്കറങ്ങി വരാവുന്നതാണ്. ഒട്ടകം ഇപ്പോൾ ഏതോ ഒരു സഞ്ചാരിയെയും പ്രതീക്ഷിച്ച് ഒന്ന് മുട്ടുമടക്കി ഇരുന്നിരിക്കുക. ഒട്ടകത്തിനെയും കൊണ്ട് വന്നവർ ഒട്ടകത്തിൻ്റെ സീറ്റ് ഒന്നുകൂടി ഒന്ന് ഉറപ്പാക്കിയിരിക്കുകയാണ്. യാത്രക്കാരുടെ സംരക്ഷണം അവരുടെ കയ്യിലാണല്ലോ. ഇനി ഇതൊന്നുമല്ലാതെ നല്ല ചൂട് കടുങ്കാപ്പി കുടിക്കണമെന്നുണ്ടെങ്കിലോ അതുമുണ്ട് കേട്ടോ. അവധിക്കാലമായതുകൊണ്ട് വേളാങ്കണ്ണി ബീച്ചിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്നുണ്ട്. കാണാനും കുളിക്കാനുമൊക്കെ വളരെ മനോഹരമായൊരു ബീച്ചാണ് ഇവിടം. പക്ഷേ എങ്കിലും കുട്ടികളുമായിട്ടൊക്കെ വരുന്നവർ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ്. കടൽ കണ്ടിട്ട് ശാന്തമല്ല. ഈ ബീച്ചിനേക്കാളും എനിക്കേറെ ഇഷ്ടപ്പെട്ട മറ്റൊരു ദൃശ്യമാണ് ദായി കണ്ടില്ലേ, ഈ വേളാങ്കണ്ണി പരിസരത്ത് ഈ പ്രകൃതി കണ്ടോ, എത്ര മനോഹരമാണെന്ന് നോക്കിയേ. ഒരു ചിത്രകാരൻ ഒരു ക്യാൻവാസിൽ പകർത്തി വെച്ച പോലെയുള്ള മനോഹരമായ ദൃശ്യങ്ങൾ. അതിനിടയ്ക്ക് അങ്ങനെ സന്ധ്യയായിക്കൊണ്ടിരിക്കുകയാണ്. അസ്തമന സൂര്യൻ ഈ പ്രകൃതിയിലേക്ക് ചേരുമ്പോൾ അതിനൊരു പ്രത്യേക ചാരുതയാണ്. അതിൻ്റെ കളറും എല്ലാം കൂടി വരുമ്പോൾ എത്ര രസമാണെന്ന് നോക്കി. എത്ര കണ്ടാലും നമുക്ക് മനോഹര ദൃശ്യം കണ്ണിൽ നിന്ന് മാഞ്ഞു പോവില്ല. ഒരുപാട് സമയം ബീച്ചിൽ ചിലവഴിച്ചതിന് ശേഷം തിരികെ റൂമിലേക്കുള്ള യാത്രയിലാണ്. അതിനിടയ്ക്ക് സീ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു ഹോട്ടലിൽ കയറി ഫുഡിൻ്റെയൊക്കെ വില വിവരങ്ങൾ ഞങ്ങളൊന്ന് തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. 60 രൂപ. അയല? അയലപ്പാറ 60. അയലപ്പാര 60 രൂപ അല്ലേ? 200. നത്തലി 100. അങ്ങനെ ഞണ്ട് വറുത്തത്, അയല പൊരിച്ചത്, കുഴുവ വറുത്തത്, ചിക്കൻ പൊരിച്ചത്, പിന്നെ കൂട്ടത്തിൽ കുറച്ച് പൊറോട്ട വാങ്ങി നേരെ റൂമിലേക്ക്. കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയുള്ള യാത്ര നമ്മൾ പാമ്പൻ പാലം വഴി നേരെ രാമേശ്വരത്തേക്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണുന്നതാണ്.